കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ഐറ്റം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇന്ന് പിന്നെ എന്താ പറയുക, കാരണമല്ല, നമ്മൾ പിന്നെ ചൂതമീനിൽ ചൂര എന്നൊക്കെ പറയും. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിന്ന് നല്ല അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ചൂരമീൻ മുളക് ഉപ്പ് ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി, പിന്നെ വലിയ ജീരകം, വലിയ ജീരകം, പിന്നെ കറിവേപ്പിലയും കൂടി നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇപ്പം ഞാനത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി അവിടെ കിടക്കട്ടെ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഒരൊറ്റ വെല്ലുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വെല്ലുള്ളി മാത്രം മതി. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഇഞ്ചീൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ 3 കുടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളിയുടെ ജ്യൂസാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വാളംപുളി കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുളി കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തക്കാളീൻ്റെ ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുക്കണ്ടല്ലോ. അപ്പം എന്താ പറയുക, അതൊക്കെ നമ്മൾ ഒഴിച്ചിട്ടും പുളി കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വാളംപുളിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വന്നിട്ട് തക്കാളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ഒന്ന് വാട്ടിയെടുത്തിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കറിക്കൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, ഞാൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ളൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ മൺചട്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് ഇഞ്ചി ചതച്ചതും പച്ചമുളക് കീറിയതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പ് ഇതാ കെട്ട അവസ്ഥയാണ്. ഒന്നും കൂടി ഇപ്പോൾ എന്താണെന്ന് പറയുക, ചോറൊക്കെ വെന്തതിൻ്റെ ശേഷമേ അടുപ്പ് പറ്റ കിട്ടും. തീ നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് വെന്തതിൻ്റെ ശേഷം എന്താണെന്ന് പറയുക, തീയൊക്കെ ആകെ കെട്ടാറിയല്ലോ. പിന്നെ ഞാൻ തുണി തിരുമ്പാനൊക്കെ പോയപ്പോഴത്തേക്ക് പിന്നെ ഇപ്പോൾ രണ്ടാമത് പിടിപ്പിച്ചിട്ടുള്ളതാണിത്. ഇപ്പോൾ ചകിരിപ്പൊളിയൊക്കെ വെച്ചെടുത്തപ്പോൾ ആളങ്ങ് ഉഷാറായി. അപ്പോൾ ഇതാ ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്കിന് ഇഞ്ചി ചതച്ചിട്ട് വരാം. ഇഞ്ചി, പച്ചമുളക് കീറിയിടുക, അത്രയും സാധനങ്ങളാണ് ഇപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ. ചിലർ മീനിൽ പിന്നെ കടുക് ഇടണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഭാഗത്ത്, മലപ്പുറം ഈ ഭാഗത്തൊന്നും ഞാൻ ഒരുവിധ സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇനി ഇടുന്നവരുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇവിടെ ഒന്നും ഇടൂല കേട്ടോ കടുക്. മീനിലും ചിക്കനിലൊന്നും കടുക് ഇടൂല. നമ്മൾ പച്ചക്കറി ഐറ്റംസിൽ മാത്രമേ നമ്മൾ കടുക് ഉപയോഗിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒരു നന്നായിട്ട് വാടണം കേട്ടോ. അല്ലെങ്കിൽ ഉള്ളിൻ്റെ ആ ഒരു പച്ചക്കുത്തുണ്ടാവും. പിന്നെ ഇതിൽ വെളുത്തുള്ളി ഇട്ടിട്ടില്ല. വെളുത്തുള്ളി നമ്മൾ അവിടെ മീനിൽ അരച്ചിട്ടാണ് നമ്മൾ മീനൊക്കെ ആകെ പരത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ വാടി വന്നതിൻ്റെ ശേഷം നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ തക്കാളി ജ്യൂസ് ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഉള്ളി വാടണമെങ്കിൽ കുറച്ച് കല്ലുപ്പും ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം പിന്നെ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ തക്കാളീൻ്റെ ജ്യൂസ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പച്ചമണം മാറുന്ന വരെയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതാ ഈ പാത്രത്തിലുള്ള മീനായിക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി വേറെ ഒന്നും ഇടാനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ഇടണില്ല. അതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ മീൻ വെച്ചിട്ടുള്ളത് കേട്ടോ. പുളിവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളി കുറച്ച് കുറവായിരുന്നു. ഇനി നമുക്ക് മീനൊക്കെ വെന്തതിൻ്റെ ശേഷം പുളി കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗൈസ്. ഫ്രണ്ട്സ്, നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ പിന്നെ എന്താ പറയുക, മീനൊക്കെ അതിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതാണ് നമ്മുടെ മീൻ കറീൻ്റെ ലാസ്റ്റ് രൂപം എന്ന് പറയുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും നമ്മൾ വറവിടെ ഒന്നും ചെയ്യണില്ല. നേരത്തെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളി വാട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യണില്ല. എന്നിട്ട് കുറച്ച് ഉലുവാപ്പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക, അടച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി നല്ല ടേസ്റ്റുള്ള മീൻ കറി കേട്ടോ. സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഞാൻ വീഡിയോസ് ഓടിച്ച് പോയതാണ് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞുന്നുണ്ട് വീഡിയോസിന് ലെങ്ത്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.